ഇത്ര വിദ്യേ ഉള്ളൂ. അപ്പോൾ അതിൽ സൈക്കിൾ ഓടിച്ചിട്ട് പോയി ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ എങ്ങനെ കൊണ്ടുവന്നു? ഇന്ത്യയിലല്ല, ഏഷ്യയിൽ വലുതായിട്ട്. അവർക്ക് മലയാളം മനസ്സിലാവും, തമിഴാണ്. കടയിൽ ഒറിജിനൽ മലത്തേൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇതൊരു ലൂപ്പാണ്, ഒരിക്കലും കഴിയുന്നില്ലല്ലോ, വളഞ്ഞു പോകും. ഹലോ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ഏഷ്യാസ് ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇന്ത്യാസ് അല്ല, ഏഷ്യാസ് ലോങ്ങസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കാം. ബ്രിഡ്ജിൽ പോണ വഴിക്ക് അരുവിക്കര എന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ടൊന്ന് പോവാം. മാത്തൂർ ബ്രിഡ്ജ് പോണതിന് മുന്നേ ഉള്ള സ്ഥലമാണ് അരുവിക്കര. ഇത് തിരുവനന്തപുരത്തുള്ള അരുവിക്കര അല്ല, ഇത് തിരുവട്ടാറുള്ള അരുവിക്കരയാണ്. നമ്മുടെ ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് അരുവിക്കര. അപ്പൊ ഇനി നേരെ മാത്തൂർ ബ്രിഡ്ജിലേക്ക്. ഇതാ കാണുന്നതാണ് ബ്രിഡ്ജിന്റെ എൻട്രൻസ്. അപ്പൊ അത് വെൽക്കം എന്ന് തമിഴിൽ എഴുതിയിട്ടുണ്ട്. ഇത് ബ്രിഡ്ജിന്റെ താഴെ എടുത്ത വ്യൂ ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുകളിൽ കയറിയിട്ട് നോക്കാം. ബ്രിഡ്ജ് കയറും മുന്നേ മുൻ മുഖ്യമന്ത്രി തമിഴ്നാടിന്റെ കാമരാജ് സാറിന്റെ മെമ്മോറിയൽ കാണാം. തമിഴ്നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ പീരീഡിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏഷ്യാസ് ലാർജസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജിലാണ്. അപ്പോൾ ഇവിടെ നല്ല മനോഹര കാഴ്ചകളാണ്. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹര കാഴ്ചകളാണ്. ഇത് അങ്ങറ്റം കാണുന്നത് ആനമല എന്ന് ഇവിടെ പറയും, പക്ഷെ അതിൻ്റെ യഥാർത്ഥ പേര് മുകളേടി മല എന്നാണ്. അപ്പോൾ അങ്ങ് അറ്റമാണ്. പിന്നെ താഴെയൊക്കെ കണ്ട ഫുള്ള് റബ്ബറാണ്. പിന്നെ ഇവിടെയൊക്കെ നല്ല കാഴ്ചകളാണ്. ഈ ആറ് ഏതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടില്ല അരുവിക്കര, ആ സെയിം ആറ് തന്നെ ഇവിടെ വരുന്നത്. അപ്പം പരളി ആറെന്ന് പറയും ഇതിനെ. ഇന്ത്യയിലല്ല, ഏഷ്യയിൽ വലുതായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പം ഉറപ്പായിട്ടും സമയം കിട്ടുമ്പോൾ എല്ലാവരും വന്ന് മസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഇത് ഒരുപാട് വിശേഷമുള്ള ബ്രിഡ്ജാണ്. അന്നത്തെ കാലത്ത് 1963 പണി തുടങ്ങി 1969 പണി കഴിഞ്ഞൊരു ബ്രിഡ്ജാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് 13 ലക്ഷമാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് അല്ല, പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു വലിയൊരു എമൗണ്ട് തന്നെ ആയിരുന്നു. എന്തിനാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ, അങ്ങ് കാണുന്നത് കണിയാമ്പാറ മല എന്നൊരു മല ഉണ്ട്, അതുപോലെ ആ സൈഡ് കൂട്ടുവാരിപ്പാറ മല. അതായത് ഈ രണ്ട് മലകൾക്കിടയിലും വെള്ളം കൊണ്ടുപോകാനായിട്ട്, കോതയാറിന് വരുന്ന വെള്ളം കൊണ്ടുപോകാനായിട്ടാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചത്. അപ്പോൾ ഇതാണ് മെയിൻ പർപ്പസ് ഓഫ് ദ ബ്രിഡ്ജ്. അപ്പോൾ ഇതാ പോണ ചാനലിലെ വെള്ളമാണ് അങ്ങറ്റത്തിന് ഇങ്ങറ്റം വരെ പോകുന്നത്. അപ്പോൾ ഇതിന് 7-8 അടിക്ക് മുകളിൽ താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ ഗിന്നസ് റെക്കോർഡൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒരാളിങ്ങനെ സൈക്കിൾ ഓടിച്ച് ഇതാ കാണുന്നില്ലേ, അപ്പോൾ ഇത്ര വിദ്യേ ഉള്ളൂ. അപ്പോൾ അതിൽ സൈക്കിൾ ഓടിച്ചിട്ട് പോയി ഗിന്നസ് റെക്കോർഡൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വണ്ടർ തന്നെയാണ്. എനിക്ക് ഇപ്പോഴും അതിശയം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ എങ്ങനെ കൊണ്ടുവന്നു, അതും ഈ ചിലതിൽ. അപ്പോൾ അന്നത്തെ CMന്റെ ഒരു പ്രത്യേകത, ഒരു സ്കില്ല് തന്നെയാണ്. ഇവിടെ വന്നാൽ, എല്ലാവർക്കും ഇവിടെ വന്നാലേ ഇതിൻ്റെ വിസ്മയം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു വിസ്മയം തന്നെയാണ് ഈ മാത്തൂർ ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് CM. ഈ ബ്രിഡ്ജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ടോട്ടൽ 28 പില്ലറാണ് ഈ തൂക്കുപാലത്തിനെ താങ്ങി നിർത്തിക്കുന്ന 28 പില്ലറാണ്. അപ്പോൾ അതിൻ്റെ അകലം എന്ന് പറഞ്ഞാൽ 32 അടിയാണ്. അതുപോലെ ഈ ടോട്ടൽ ഈ ബ്രിഡ്ജിൻ്റെ ഡിസ്റ്റൻസ് 1.5 കിലോമീറ്റർ ആണ്. ഇത് എത്ര അടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101 അടിയാണ്. 100ന്റെ മുകളിൽ 101 അടിയാണ്. ഈ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ കാലൊക്കെ വിറച്ചു പോകും ഇതിനെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ. ഇച്ചിരി ഹൈറ്റ് പേടിയുള്ള ആൾക്കാരൊക്കെ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ താഴെയൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു നല്ലൊരു ബ്രിഡ്ജാണ്. പിന്നെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ചാനൽ പേര് US അനുഷങ്കർ SS.
US ഹരിശങ്കർ SS. US ഹരിശങ്കർ SS. ஓகே யூஎஸ் சங்கரேஷன் ഗൈസ് അപ്പൊ ഈ പാലത്തിന്റെ മുകളിൽ വെച്ചാണ് ഇവരെ കണ്ടത്. ഉങ്ക ഊര് எங்க ஊர் கோயம்புத்தூர் കോയമ്പത്തൂരിനെ ഈ പാലം കാണാൻ വേണ്ടി വന്നിക്കാണ്. ഈരോട് சொன்னீங்க ആ ചേച്ചിയുടെ വീട് ഈരോടാണ്. അപ്പൊ ഇവര് ഈ ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. അതെ അവർക്ക് മലയാളം മനസ്സിലാവും, തമിഴാണ്, മലയാളം മനസ്സിലാവും പറയും, മലയാളം സംസാരിക്കുന്ന അറിയാം. അതെ. അപ്പം ഓക്കെ, കണ്ടതിൽ സന്തോഷം. നന്നായിട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു. താഴെ നോക്കിയാൽ ഒരു മണ്ഡപം കാണാം. അപ്പൊ നമുക്ക് താഴെ ഇറങ്ങുമ്പം ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പം താഴെ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം വൃത്തിച്ചക്ക കിട്ടുമല്ലേ, വൃത്തിച്ചക്ക ഐസൊക്കെ ഇവിടെ കിട്ടും. അപ്പം നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ വാങ്ങണം. ഓക്കെ, കൊടുത്തറ ഇതല്ലേ. അപ്പം ഇവിടെ താഴെ ഇറങ്ങുമ്പോൾ ഒരു കടയിൽ ഒറിജിനൽ മലത്തേൻ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇത് വാങ്ങണം. അപ്പോൾ ഈ ചേട്ടനാണ്. ഇവിടെ വൃത്തിയുണ്ട്, ഐസ്ക്രീം ഉണ്ട്, തേൻമുട്ടായി ഉണ്ട്. പിള്ളേരൊന്നും കണ്ടാൽ ഇത് വിടില്ല. ഈ ചേട്ടനെ ചുറ്റിപ്പറ്റി വരും. ഇത് നമ്മൾ മുകളിൽ വെച്ച് കണ്ട മണ്ഡപമാണ്. പക്ഷെ ഇത്ര വിചാരിച്ചില്ല ഏട്ടാ. ഇതിൻ്റെ പടികൾ ഇങ്ങനെ വളഞ്ഞുളഞ്ഞ് പൊയ്ക്കൊണ്ടേയിരിക്കും, ഒരു ലൂപ്പ് പോലെ. ഇത് ഒരിക്കലും തീരുന്നില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. ഹാവ്. അപ്പോൾ ഇങ്ങനെ താഴെ വരുമ്പോൾ ഒരു ചെറിയ പാർക്കൊക്കെ കാണാം. ഈ ഫ്രണ്ടിൽ തന്നെ ജിറാഫൊക്കെ ഉണ്ട്. ഈ ലോഫിംഗ് ബുദ്ധ ഇവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ടില്. പിന്നെ ഒരു ആനയൊക്കെ കാണാം. ഈ ചെറിയൊരു പാർക്കാണ്, കുട്ടികൾക്കുള്ളൊരു പാർക്കാണ്. പിള്ളേർക്കുള്ള ഊഞ്ഞാലാണ്. എന്നാലും നമുക്ക് ആടി നോക്കാം. ഈ പാലത്തിന്റെ വലിപ്പം കാണണമെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ അറിയാം എത്ര അടി ഹൈറ്റ് ഉണ്ടെന്ന്. 101 അടി ഹൈറ്റാണ് ഗൈസ്. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പം മറ്റൊരു എപ്പിസോഡായി വീണ്ടും കാണാം. പിന്നെ നമ്മുടെ ചാനലിൽ വ്ളോഗ്സ് മാത്രമല്ല, ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ വീഡിയോസും ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.